അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് തുടങ്ങാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. സദഖല്ലാഹുൽ അലീം. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് നടത്തുന്ന ക്ലാസ്സാണ് ഇത്. റമദാനിന് വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ ക്ലാസ്സാണ്. അതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് എന്താണെന്ന് പരിചയപ്പെടുത്താം. അതായത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അത് പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലേക്കും ഉള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഖുർആൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്കും ഖുർആൻ ഉള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പ്രത്യേകതകൾ വൈജ്ഞാനികപരമായി വളരെ മുന്നിൽ നിൽക്കുന്നു, ബൗദ്ധികപരമായി വളരെ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ആ പ്രത്യേകതകൾ ഉള്ള മനുഷ്യനോടുകൂടി അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അതേസമയം 10-ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യരോ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യരോ അവർ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അത്രയും ബൗദ്ധികവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരുന്നവരല്ല. അപ്പോൾ എക്കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് തിരിയുന്ന വിധത്തിൽ, ദഹിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിലാണ് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഗ്രഹിക്കുന്ന വിധത്തിൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ആ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആധുനിക വിജ്ഞാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന അതിലെ അർത്ഥങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളും മറ്റുമൊക്കെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിച്ച ഒരു ഓൺലൈൻ സ്ഥാപനമാണ് ഇത്. അതിൻ്റെ റെഗുലർ കോഴ്സുകളുണ്ട്. ആ റെഗുലർ കോഴ്സുകളുടെ 7-ാമത്തെ ബാച്ച് ഇൻഷാല്ലാ റമദാന് ശേഷം തുടങ്ങും. എല്ലാ റമദാനിക്കും പിന്നീട് നമ്മൾ ഇതേപോലത്തെ ക്ലാസ്സുകൾ പല വിഷയങ്ങളിൽ അധിഷ്ഠിതമായി നടത്താറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നടത്തുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ടൈറ്റിലോടുകൂടി വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ്റെ ഖുർആൻ നമുക്ക് എങ്ങനെയാണോ ഗ്രഹിക്കേണ്ടത്, അവൻ അതിനകത്ത് പറഞ്ഞ ആശയങ്ങൾ, നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞു തന്ന ആശയങ്ങൾ, അതെങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കിച്ചു തരട്ടെ. ആ രൂപത്തിൽ കാര്യങ്ങൾ പറയാനും അത് നിങ്ങൾക്ക് ഗ്രഹിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ ഒരു ഗ്രൂപ്പിൽ കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻഷാല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് വൺ, എന്താണ് വേദഗ്രന്ഥം എന്നതാണ് നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ എന്തിനാണ് വേദഗ്രന്ഥം എന്നതാണ്. നോക്കൂ, അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നു. ആ ഒരു സാഹചര്യം സൂറത്തുൽ ബഖറയിൽ വിവരിക്കുന്നുണ്ട്. എന്താണ് സൂറത്തുൽ ബഖറയിൽ? ഇത് കാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. അതായത് ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ പറയുകയാണ്, മനുഷ്യനെ ഭൂമിയിൽ അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നു. ഖലീഫ എന്നാണ് മനുഷ്യനെ അള്ളാഹു അവിടെ അഭിസംബോധന ചെയ്തത്. അപ്പം മനുഷ്യനെ അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നു. മലക്കുകളോട് ആ വിവരം ആരാഞ്ഞു. അപ്പോൾ മലക്കുകൾ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. അങ്ങനെ തുടർന്നുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ പ്രത്യേകത വിജ്ഞാനമാണ്. അപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ ഭാഗമായി ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും നാമം പഠിപ്പിക്കുന്നു. ആ നാമം മലക്കുകളോട് അള്ളാഹു ഹാജരാക്കിയിട്ട് നിങ്ങൾ പറയാൻ പറയുന്നു. അതായത് മലക്കുകൾ പറഞ്ഞത് സത്യമാണോ, അല്ലെങ്കിൽ മലക്കുകളുടെ വാദമുഖങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ മലക്കൾ പറയുന്നു, കാലു സുബ്ഹാനക ലാ ഇൽമ ലനാ
ഇല്ല മാ അല്ലം തന, നീ പഠിപ്പിച്ചു തന്ന അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്നും മലക്കുകൾക്ക് അറിഞ്ഞുകൂടാ. തുടർന്ന് ഖുർആനിൽ ബക്കറയിൽ നമുക്ക് കാണാം, അള്ളാഹു എല്ലാ മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുക. ഇബ്ലീസ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സുജൂദ് ചെയ്യുന്നു. ഇബ്ലീസ് സുജൂദ് ചെയ്യുന്നില്ല. വസ്തക്ബറ മിനൽ കാഫിരീൻ എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. അവൻ പിന്നെന്താണ്, അഹങ്കാരിയായി മാറി എന്നുള്ള, അതൊക്കെ മറ്റൊരു വിഷയമാണ്, നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇവിടെ. അങ്ങനെ ഇബ്ലീസ് അള്ളാഹു ആദമിനെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ പാർപ്പിക്കുന്നു. ഒരു വൃക്ഷത്തെ കാണിക്കുന്നു. ആ വൃക്ഷത്തെ സമീപിക്കരുത്, അതിലെ കനി ഭക്ഷിക്കരുത് എന്ന് അള്ളാഹു പറയുന്നു. പക്ഷേ ഇബ്ലീസ് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വ ബീവിയെയും സ്വാധീനിച്ച് ആ കനി തീറ്റിക്കുന്നു. അങ്ങനെ കനി തീറ്റിച്ച് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച സന്ദർഭത്തിലാണ് ഖുർആൻ പറയുന്നത്, പിന്നെ നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോണം. കുൽ നഹ്ബിതു മിൻഹ ജമീഅ, നിങ്ങൾ കൂട്ടമായിട്ട് ഇവിടുന്ന് പോയേ പറ്റൂ. ഫ ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നും അപ്പോൾ മാർഗദർശനം വരും. ഫമൻ തബിയ ഹുദായ, അപ്പോൾ ആര് ആ മാർഗദർശനത്തെ പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവരെ സംബന്ധിച്ച് പേടിക്കേണ്ട കാര്യമില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനമായ സംഗതി, അള്ളാഹു സ്വർഗത്തിൽ നിന്നും ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ ബീവിയെയും പുറത്താക്കുന്നു. എന്നിട്ട് ദുനിയാവിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞ വർത്തമാനമാണ് ഇത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ ഭൂമിയിലുള്ള ജീവിതമാണ് മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗദർശനം വരും. ആ മാർഗദർശനത്തെ ആര് ഫോളോ ചെയ്തോ, ഫമൻ തബിയ ഹുദായ ഉണ്ടാ, ആരതിനെ ഫോളോ ചെയ്തോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, അവരോ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗദർശനം അയക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം, എന്തിനാണ് അങ്ങനെ മാർഗദർശനം? കാര്യം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഉണ്ടായിട്ട് ഏകദേശം 460 കോടി വർഷമായി. ഭൂമിയിൽ ജീവജാലങ്ങൾ വന്നിട്ട് 360 കോടി വർഷമായി. മനുഷ്യന്മാർ വന്നിട്ട് ഏകദേശം 10,000 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾക്ക്, ദിനോസറുകളെ പോലുള്ള ഭീമാകാരങ്ങളായ ജീവജാലങ്ങളും വളരെ ചെറിയ മൈക്രോ ഓർഗൻ ജീവികൾ, സസൂക്ഷ്മമായ ജീവികളെ പോലുള്ള ജീവികൾ വരെ ജീവിച്ചിരുന്നു. അവർക്കൊന്നും അള്ളാഹു ഇങ്ങനെ മാർഗദർശനം അയച്ചില്ലേ? അവരുടെ എല്ലാം മാർഗദർശനം എന്ന് പറഞ്ഞാൽ അവരിൽ ഇൻബിൽറ്റഡ് ആയിട്ടുള്ള മാർഗദർശനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിന് വിധേയമായിട്ടാണ്. എന്നതുപോലെ ഓരോ ജീവജാലങ്ങളും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു അവർക്ക് അവരുടെ ജനിതക കൂടുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തേനീച്ച അതെന്ത് ചെയ്യണം, വൗഹാ ഇലൈഹി എന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നഹ്ലിൽ. അതായത് തേനീച്ചയ്ക്ക് അള്ളാഹു ബോധന നൽകുന്നു. അങ്ങനെ സർവ്വ ജീവജാലങ്ങളും എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അള്ളാഹു മാർഗദർശനം നൽകുന്നു. അങ്ങനെ മാർഗദർശനം നൽകുന്നത് കൊണ്ടാണ് തേനീച്ചയ്ക്ക് അവയുടെ കൂട് നിർമ്മിക്കാൻ കഴിയുന്നത്. അവയുടെ കൂട് ഹെക്സഗൺ പാറ്റേണിലാണ് നിർമ്മിക്കുന്നത്. മനുഷ്യനേക്കാൾ വളരെ ആക്യുറസിയോടുകൂടിയാണ് ഈ ഹെക്സഗൺ പാറ്റേണിൽ തേനീച്ചകൾ ആ കൂട് നിർമ്മിക്കുന്നത്. ആ പാറ്റേണിൽ മനുഷ്യന് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവൻ കോളേജിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കണം. പക്ഷേ തേനീച്ചയ്ക്ക് അങ്ങനെ പഠിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാണത്? അള്ളാഹു ബോധനം നൽകിയിരിക്കുകയാണ് അവയുടെ ജനിതക കോഡുകളിൽ. ആ ജനിതക കോഡുകളിൽ നൽകപ്പെട്ട ബോധനത്തിന് വിധേയമായി അവ ജീവിക്കുന്നു. അങ്ങനെ എത്ര കോടി സ്പീഷ്യസ് ഭൂമിയിലുണ്ടോ അത്രയും കോടി സ്പീഷ്യസുകളും അള്ളാഹു നൽകിയ മാർഗദർശനത്തിന് വിധേയമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഹൃദയം പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് അള്ളാഹു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കരൾ എങ്ങനെ പ്രവർത്തിക്കണം, പാൻക്രിയാസ് എങ്ങനെ പ്രവർത്തിക്കണം, ഇതെല്ലാം അള്ളാഹു പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. പക്ഷെ സമൂഹത്തിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കണം, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നത് അള്ളാഹു പ്രോഗ്രാം ചെയ്തിട്ടില്ല. അതാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? മാർഗദർശന ഗ്രന്ഥമായി പ്രവാചകന്മാർ വഴി നമുക്ക് അയച്ചു തരുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാര്യം മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ആ ജീവിതവും മരണവും സൃഷ്ടിച്ചു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു പറയുകയാണ്, അല്ലദീ
ഖലഖൽ മൗത വൽ ഹയാത്ത എന്നാണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചു. ലി യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല സൽക്കർമ്മചാരികൾ ആര് എന്ന് പരീക്ഷിക്കാൻ. അതാണ് ഭൂമിയിൽ ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ ഖുർആൻ പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, ഇന്നാ ഹദൈനാഹു സബീല, അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്നു, ഉറപ്പായും നാം അവന് വഴി കാണിച്ചു കൊടുത്തു. ഹദൈനാഹു സബീല, വഴി കാണിച്ചു കൊടുത്തു. ഇമ്മ ഷാക്കിറം, ഒന്നുകിൽ അവന് അതിനു വിധേയമായി ജീവിക്കാം, നന്ദിയുള്ളവനായി അതിന് ആ വഴി അള്ളാഹു കാണിച്ചെന്ന ആ വഴിക്ക് വിധേയമായി ജീവിക്കാം. ഇമ്മ കഫൂറ, അതല്ലെങ്കിൽ അവന് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടും ജീവിക്കാം. അതിനർത്ഥം എന്താ, മനുഷ്യൻ അള്ളാഹു എന്ത് നൽകി, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. വഖുലിൽ ഹക്ക്, അതായത് നീ പറയണം, അൽ ഹക്ക് മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. ഫമൻ ഷാ ആ, ആര് ഉദ്ദേശിക്കുന്നുവോ, ഫൽ യുമിൻ, അവൻ വിശ്വസിക്കട്ടെ. വമൻ ഷാ ആ, ആരുദ്ദേശിക്കുന്നുവോ, ഫൽ യക്ഫുർ, അവൻ നിഷേധിച്ചു കൊള്ളട്ടെ. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന മാർഗദർശനത്തെ, അതായത് മനുഷ്യന് നൽകുന്ന മാർഗദർശനത്തെ നിഷേധിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് നൽകി. ഓക്കെ, അപ്പോൾ ആ കിതാബിനെ കുറിച്ച്, അതായത് അള്ളാഹു നൽകിയ ആ കിതാബിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച് അള്ളാഹു പറയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, അതായത് ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് സുവിശേഷവും അറിയിക്കുന്നു. മനസ്സിലായി? അപ്പോൾ അതാണ് എന്ത്, വിശുദ്ധ ഖുർആൻ ഒരു മാർഗദർശന ഗ്രന്ഥമാണ്. വമാ അർസൽനാക ഇല്ലാ ഇല്ലാ കാഫത്തൻ, അതായത് നിന്നെ നാം അയച്ചിട്ടില്ല ഒന്നടങ്കമായിട്ടല്ലാതെ, ആർക്ക് ഇല്ല, കാഫത്തൻ ലിന്നാസ്, അതായത് എന്താണ്, മനുഷ്യർക്കാകമാനമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചത്. ബഷീറൻ, എന്താണ്, ശുഭവാർത്ത അറിയിക്കുന്നവനും, വനദീറൻ, മുന്നറിയിപ്പ് നൽകുന്നവനും, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ എന്താണ്, മനുഷ്യനാകട്ടെ അവരിലേറെ പേരും ഈ സംഗതികൾ കൃത്യമായി അറിയുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചത് എന്ന് അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാൻ ഈ ആയത്തുകളിലൂടെ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ടോപ്പിക്കുകളിലേക്ക്, ഇതിൻ്റെ ഡെപ്തിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പോകും. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന നിലയിലാണ് ഈ രൂപത്തിൽ വളരെ ഷോർട്ടപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നത്. നോക്കൂ, മാനവരാശിക്കെല്ലാം, അപ്പോൾ അങ്ങനെ വേദഗ്രന്ഥം അള്ളാഹു ഇറക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഇന്ന് പല മതങ്ങൾ നിലനിൽക്കുകയും അവരൊക്കെ തമ്മിൽ അടികൂടുകയൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് യുവതലമുറ ചോദിക്കുന്നൊരു ചോദ്യമാണ്, മാനവരാശിക്ക് എല്ലാം കൂടി അള്ളാഹു ഒരു വേദഗ്രന്ഥം ഇറക്കിയാൽ പോരായിരുന്നുവോ? എന്തിനാണിങ്ങനെ വ്യത്യസ്ത വേദഗ്രന്ഥങ്ങൾ ഇറക്കുന്നത്? അല്ലെങ്കിൽ അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം, അന്ന് ആദം നബി അലൈഹി സ്വലാമിന് വേദഗ്രന്ഥം ഇറക്കിയില്ല. ആദ്യമായിട്ട് വേദഗ്രന്ഥം ഇറക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിനാണ്. അവസാനമായിട്ട് വേദഗ്രന്ഥം വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുമാണ്. എന്തുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാമിന് ആദ്യമായി വേദഗ്രന്ഥം? അതായത് നൂഹ് നബിയുടെ കാലം മുതലാണ് മനുഷ്യരൊരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവി എന്ന അർത്ഥത്തിൽ മനുഷ്യൻ മാറുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം മുതലാണ്. അപ്പോൾ ആ കാലഘട്ടം മുതലാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകുകയും അവന് സന്മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മാനവരാശിക്ക് എല്ലാം കൂടി ഒരു വേദഗ്രന്ഥം പോരെ? അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെയുള്ള എല്ലാവർക്കും കൂടി ഒരു വേദഗ്രന്ഥം പോരായിരുന്നോ? എങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പരസ്പരം ഭിന്നിക്കത്തില്ല. അതിനൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് വ്യത്യസ്ത വേദഗ്രന്ഥങ്ങൾ ഇറക്കിയെന്നുള്ളതിന് വളരെ സിമ്പിളായ ഒരു ഉത്തരം ഇതാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കും 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കും ഒന്നാണോ? അല്ല. 2ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് അല്ല 10ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിൽ നമ്മൾ ബേസിക് മാത്സുകൾ, അതായത് കൂട്ടാനും അത് കണക്ക് ഡിവൈഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ബേസിക് മാത്സുകളായിരിക്കും പഠിക്കുന്നത്. അതേസമയം 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ട്രിഗണോമെട്രിയും അതേപോലുള്ള സംഗതികളുമൊക്കെ പോളിനോമിയലും ഒക്കെ പഠിക്കും. അപ്പോൾ എന്തുകൊണ്ട് 2ാം ക്ലാസ്സിൽ ഈ ട്രിഗണോമെട്രിയും പോളിനോമിയലും പഠിപ്പിക്കുന്നില്ല? 2ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൂടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധിക്ക് ഈ ട്രിഗണോമെട്രിയോ പോളിനോമിയലോ മനസ്സിലാക്കാനുള്ള ബൗദ്ധിക നിലവാരമില്ല.
ബുദ്ധിപരമായ നിലവാരമില്ല. അതാണ് കാരണം. അപ്പോൾ നോക്കൂ, BC-യിൽ ജീവിച്ചിരുന്ന മനുഷ്യർ, അതായത് ബിഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന് മുമ്പ്, ഈസാ നബി അലൈഹി സ്വലാമിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ, ആ മനുഷ്യർ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലല്ല, അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലല്ല. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യർ എന്താണ്? വ്യത്യസ്ത ബൗദ്ധിക നിലവാരമുള്ള, വ്യത്യസ്ത സാംസ്കാരിക രീതിയുള്ള, വ്യത്യസ്ത ആചാര രീതികളുള്ള സമൂഹമാണ്. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യന്മാർ വ്യത്യസ്തരാണ്. അതേതുപോലെ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിശക്തിയും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിശക്തിയും 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുദ്ധിശക്തിയും വ്യത്യസ്തമാണ് എന്നതുപോലെ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ ബൗദ്ധിക സാംസ്കാരിക നിലവാരം വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ നിലവാരങ്ങൾക്കനുസരിച്ച് അവരുടെ ഗ്രാഹ്യശേഷിക്കനുസരിച്ചാണ് അള്ളാഹു കിതാബുകൾ ഇറക്കുന്നത്. അവരുടെ ഗ്രാഹ്യശേഷിക്കനുസരിച്ചാണ് അള്ളാഹു കിതാബ് ഇറക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാണ് പിന്നെ ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾക്ക് വ്യത്യസ്തമായ ബൗദ്ധിക നിലവാരം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നത്. പിന്നെ എന്താണ്, പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അതായത് ഒരു നഫ്സിനും അതിന് താങ്ങാൻ പറ്റാത്തത് അള്ളാഹു ഏൽപ്പിക്കുകയില്ല. ഒരു നഫ്സിനും അതിന് താങ്ങാൻ പറ്റാത്തത് അള്ളാഹു ഏൽപ്പിക്കുകയില്ല. അപ്പം നോക്കൂ, ഇന്നത്തെ ഖുർആൻ ഒരു BC-യിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, ഒരു കാരണവശാലും അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ് എന്ത്, ഈസാ നബി അലൈഹിസ്സലാം ഒരു വർത്തമാനം പറയുന്നുണ്ട്. അത് ഇന്നത്തെ ബൈബിളിലും അത് നമുക്ക് കാണാം. അതായത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാം ജനതയോട് പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്കത് ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഉണ്ടാ, എനിക്ക് ശേഷം ഒരുവൻ വരും, അവൻ നിങ്ങളോട് അത് പറയും. ബൈബിളിൽ ഇപ്പോഴും ഉണ്ട് ആ സെൻറ്റൻസ്. നോക്കൂ, എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഖുർആനിന് തൊട്ടു മുമ്പുള്ള അഹ്ലുകാരാണ് ഈസാ നബിയുടെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ, ആ അഹ്ലുകാർക്ക് വരെ എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിന് തൊട്ടു മുമ്പുള്ള അഹ്ലുകാരാണ്. ആ ജനതയ്ക്ക് വരെ ഖുർആനിൽ പറയുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത്, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആണ് ശാസ്ത്രം ഒക്കെ പുരോഗമിക്കുന്നത്. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ അന്നത്തെ ക്രിസ്തീയ സഭ തൂക്കിലേറ്റാൻ വിധിക്കുകയാണ്, കൊല്ലാൻ വിധിക്കുകയാണ്. എന്താ കാര്യം? സഭയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ കൊല്ലാൻ വിധിക്കാനുള്ള കാര്യം. അപ്പോൾ അതിനർത്ഥം എന്താ? സഭ എന്ന് പറയുന്നത് ബൈബിളിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സഭയുടെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പറഞ്ഞ ആധുനിക പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ. അത് ആധുനിക ചിന്ത. യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. 19-ാം നൂറ്റാണ്ട് ഏത് ഖുർആന്റെ കാലഘട്ടമാണ്. 7-ാം നൂറ്റാണ്ട് മുതലുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടം ഖുർആന്റേതാണ്. അപ്പോൾ ഖുർആന്റെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ അത്തരത്തിൽ ഭൂമി ഉരുണ്ടതാണെന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രീയമായ ഒരുപാട് വസ്തുതകൾ അവർ കണ്ടെത്തുന്നു. പക്ഷേ അത് അങ്ങനെ കണ്ടെത്തിയ വസ്തുത ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് സഭയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ വിധിക്കുന്നു. മറിച്ച് അത് ഖുർആനിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു ഭരണസമിതിയാണ് അവിടെ ഇരുന്നിരുന്നതെങ്കിലോ അദ്ദേഹത്തെ ആ രാജസദസ്സിൽ അല്ലെങ്കിൽ ഭരണമേഖലയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കാറ്റഗറിയിൽ പെടുത്തും. അതാണ് നമ്മൾ അബ്ബാസിയ ഭരണകാലത്ത് കണ്ടത്. അബ്ബാസിയ ഭരണകാലത്ത് മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ അവരാണ് ആധുനിക യൂറോപ്പിന് ഈ ഇന്നത്തെ വിജ്ഞാനമെല്ലാം കൊടുത്തത്. അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ വികാസത്തിന് ആവശ്യമായ എല്ലാ റിസോഴ്സസുകളും വൈജ്ഞാനിക റിസോഴ്സസുകളും കൊടുത്തത് ആരാണ്? അബ്ബാസിയ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ്. ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹൈത്തത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ചുള്ള ഓപ്റ്റിക്സിനെ കുറിച്ചുള്ള പുസ്തകം ആണ് എന്നെ പ്രകാശത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. പ്രകാശത്തിൻ്റെ തിയറികളൊക്കെ ന്യൂട്ടൺ പറയുന്നതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആധുനിക ശാസ്ത്ര മേഖലയുടെ പിന്നിൽ വർത്തിച്ചിട്ടുള്ളത് ആരാണ്? അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ
എന്താണ് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് അവരുടെ ബൗദ്ധിക സാംസ്കാരിക നിലവാരത്തെ ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട തത്വം. നോക്കൂ, യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളുണ്ടല്ലോ, അത് ബുദ്ധമതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ജൂതമതമാകട്ടെ, ഹൈന്ദവ മതമാകട്ടെ, ഈ മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഒരു വേദഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായിരിക്കും. അതായത് ഓരോ പ്രദേശത്തും അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളുടെ ബേസിലാണ് ഇന്നത്തെ പല മതങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മതത്തിൻ്റെ മൂല്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ മതത്തിൻ്റെ മൂല്യങ്ങളെല്ലാം ബേസിക്കലി മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന അവസ്ഥയെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? എല്ലാ മതങ്ങളും സത്യമാണ് എന്ന വാദമല്ല, സർവ്വമത സത്യവാദമല്ല അതിൽ നിന്ന് ഉരുത്തിരിയേണ്ടത്. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഉരുത്തിരിയേണ്ട സംഗതി എന്തെന്ന് വെച്ചാൽ, ഈ മതങ്ങളുടെ എല്ലാം ബേസ് ഏതോ ഒരു പ്രവാചകന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിൻ്റെ മൂല്യങ്ങളെയാണ് ഓരോ മതത്തിൻ്റെയും അടിസ്ഥാന നന്മയുടെ മൂല്യമായി ഇന്ന് കരുതപ്പെടുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ തിരുത്തലുകൾ വരുത്തി എന്നുള്ളതാണ്. ആരാണ്? പൗരോഹിത്യം തന്നെ അതിൽ തിരുത്തലുകൾ വരുത്തി. ആ തിരുത്തലുകളെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഖുർആൻ തിരുത്തുന്നത്. അതായത് ഖുർആൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റ് വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുകയാണ്. ഖുർആൻ മറ്റ് വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുകയാണ്. അതാ നോക്കൂ, അള്ളാഹു പറയുകയാണ്, വ അൻസൽനാ ഇലൈക്കൽ കിതാബ, നാം അവതരിപ്പിച്ചു നിനക്ക് ഈ കിതാബ്, ബിൽ ഹക്ക്, സത്യത്തോടു കൂടി, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിനു മുമ്പിലുള്ള ഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടും, വ മുഹൈമിനൻ അലൈഹി എന്ന് പറഞ്ഞാൽ അതിനെ കാത്തു സൂക്ഷിക്കുന്നതും, അതായത് മുൻ വേദഗ്രന്ഥങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? മുൻ വേദഗ്രന്ഥങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഓരോ മതഗ്രന്ഥങ്ങളെയും ബേസ് ചെയ്താണ് അതിൻ്റെ പുരോഹിതന്മാര് ആ ഗ്രന്ഥത്തിലില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത്. എങ്ങനെയാണ്? അതായത് ആ മതഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യമാണ് എന്ത് ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മതത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത സംഗതികൾ എന്ത് ചെയ്യുന്നു? എഴുതി ചേർക്കുന്നു. അങ്ങനെ അവർ അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത സംഗതികൾ എഴുതി ചേർത്തുകൊണ്ട് അവർ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഇത് അള്ളാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഖുർആൻ എന്ത് ചെയ്യാണ്? അതിനെ തിരുത്തുകയാണ്. അതാണ് മുഹൈമിനൻ എന്ന് പറഞ്ഞത്. എന്താണ്? അതിനെ കാത്തുരക്ഷിക്കുകയാണ്. കാര്യം മുൻ വേദഗ്രന്ഥങ്ങളിൽ, അത് തൗറാത്താകട്ടെ ഇഞ്ചീലാകട്ടെ, അങ്ങനെ മുൻ വേദഗ്രന്ഥങ്ങളിൽ ഫോളോ ചെയ്യുന്ന ജനങ്ങളൊക്കെ അല്ല പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അല്ല പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട്, അതെങ്ങനെ വിചാരിക്കുന്നത്? ആ വേദഗ്രന്ഥങ്ങളിൽ പുരോഹിതന്മാർ അതിൽ അല്ല പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തെ ബേസ് ചെയ്ത് അവരെഴുതി വെച്ചു. അപ്പോൾ ജനം എന്താണ്? അത് അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞാണ് ജനം അത് ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ നിയമത്തിന് അവർ വിധേയമാകുന്നത്. യഥാർത്ഥത്തിൽ അത് അല്ല പറഞ്ഞതല്ല. അപ്പോൾ ഖുർആൻ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് മുൻ വേദഗ്രന്ഥങ്ങളിൽ പുരോഹിതന്മാരുടേതായ കൈകടത്തലുകൾ എന്തൊക്കെയാണ് നടന്നത് എന്ന് ഖുർആൻ വന്നിട്ട് അതിനെ വേർതിരിക്കുകയാണ്. അങ്ങനെ വേർതിരിച്ച് പറയുന്നതുകൊണ്ടാണ് ഖുർആനിന് ഫുർഖാൻ എന്ന പേര് കിട്ടിയത്. നോക്കൂ, അതായത് സത്യ അസത്യ വിവേചനം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആയത്ത് നോക്കിയാൽ നമുക്കിതറിയാം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിൽ എന്താണ് ഈ ഖുർആൻ ഇറങ്ങി. ഹുദൻ ലിന്നാസി, മാർഗദർശനമായി, വബയ്യിനാത്തിൻ, വിവരണമായും, മിൻ ഹുദ, അതായത് സന്മാർഗത്തിൻ്റെ വിവരണമായി ഈ ഖുർആൻ ഇറങ്ങി. വൽ ഫുർഖാൻ, എന്താണ്? സത്യത്തെയും അസത്യത്തെയും വിവേചിച്ച് വേർതിരിക്കുന്നു. എവിടുത്തെയാണ്? മുൻ വേദഗ്രന്ഥങ്ങളിലെ അള്ളാഹുവിൻ്റേതല്ലാത്ത നിയമങ്ങൾ അള്ളാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞ്
പിന്നെ പുരോഹിതന്മാരെ ജനങ്ങളെ പഠിപ്പിച്ചപ്പോൾ ആ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെതല്ലാത്ത സംഗതികളെ വേർതിരിച്ച് കാണിക്കുന്നു. അതാണ് സത്യ അസത്യ വിവേചനം, ഫുർഖാൻ എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു മുഹൈമിനൻ എന്ന് പറയുന്നത്. അതിനെ കാത്തുരക്ഷിക്കുന്നത് ഏതാണ്? മുൻ വേദഗ്രന്ഥങ്ങളെ കാത്തുരക്ഷിക്കുന്നതും അതിനോടൊപ്പം മുൻ വേദഗ്രന്ഥങ്ങളിലെ തെറ്റേത് ശരിയേത് എന്ന് പറയാൻ വരുന്നതുകൊണ്ട് ഖുർആനിന് ഫുർഖാൻ എന്ന് പേര് വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഖുർആനിന്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ് നമ്മൾ സമ്മറൈസ് ചെയ്താൽ എന്താണ്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നും വന്ന മാർഗദർശന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിന് മുമ്പ് അള്ളാഹു ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ ജനതയ്ക്ക് അനുസരിച്ച് അള്ളാഹു എന്തു ചെയ്തു? ആ ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തു. അങ്ങനെ ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങൾ ആ പുരോഹിതന്മാരെന്ത് ചെയ്തു? അവരതിനകത്ത് പിന്നെ കൈകടത്തലുകൾ നടത്തി. ആണ് സൂറത്തുൽ ബഖറയിൽ തന്നെ അതുണ്ട്. എന്താണ്? ഫവൈലുല്ലദീന യക്തുബൂൻ, അവർക്ക് നാശം. ആർക്കാ? ലില്ലദീന യക്തുബൂൻ, എഴുതുന്നവർക്ക്. ഏതിനകത്ത്? യക്തുബൂനൽ കിതാബ, ഗ്രന്ഥത്തിൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നവർക്ക്. എങ്ങനെയാ? ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ അവർ കൂട്ടിച്ചേർക്കുകയാണ്. സുമ്മ യക്കൂലൂന, എന്നിട്ട് അവർ പറയും ഹാദാ, ഇത് മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹു നിന്നുള്ളതാണ്. മനസ്സിലായല്ലേ? അതായത് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം, തൗറാത്താകട്ടെ ഇഞ്ചീലാകട്ടെ, ഈ ഇഞ്ചീലിലും തൗറാത്തിലുമൊക്കെ അവരവരുടെ കൈകൊണ്ട് എഴുതും. അതാണ് പറഞ്ഞത്. അവർ കിതാബ് വേണ്ട. ഫവൈലുല്ലദീന എന്താണ്? യക്തുബൂന, എഴുതുന്നു. യക്തുബൂനൽ കിതാബ്, ആ ഗ്രന്ഥത്തിൽ, തൗറാത്തിൽ അവർ എഴുതുന്നു, ഇഞ്ചീലിൽ എഴുതുന്നു, സബൂറിൽ എഴുതുന്നു, മുൻ വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിലൊക്കെ അവർ എഴുതുന്നു. ബി ഐദീഹിം, അവരുടെ കൈകൊണ്ട് അവർ എഴുതുന്നു. എന്നിട്ട് അവർ പറയുകയാണ് സുമ്മ യക്കൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലി യഷ്തറൂ, അവർ എന്തിനു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്? ലി യഷ്തറൂ, അവർ വാങ്ങാൻ വേണ്ടി. ബിഹി, അങ്ങനെ എഴുതി ചേർക്കുന്നുണ്ട്. എന്താണ്? സമനൻ കലീല, തുച്ഛമായ വില അല്ലെങ്കിൽ തുച്ഛമായ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ്. ആ നേട്ടം സാമ്പത്തികമാകാം, അധികാരം ലഭ്യമാകുന്നതാകാം. അങ്ങനെ ഭൗതികമായ നേട്ടത്തെയാണ് സമനൻ കലീല, സാമ്പത്തികമാകട്ടെ അധികാരം കൈയാളുന്നതാകട്ടെ, അങ്ങനെ എന്ത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയാണ് അവർ ഈ പരിപാടി കാണിക്കുന്നത്. ഫവൈലുല്ലഹും, ആകയാൽ അവർക്ക് നാശം. മിമ്മ കതബത്ത്, ഏതാ? എഴുതിയതിനാൽ. ഐതിഹ്യം, അവരവരുടെ കൈകൾ കൊണ്ട് എഴുതിയതിനാൽ അവർക്ക് നാശം. വൈലുല്ലഹും, അവർക്കുണ്ട് എന്ത്? നാശം. മിമ്മ യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയത്, അവർ ഈ തിന്മ ചെയ്ത് സമ്പാദിച്ചു കൂട്ടിയതിലൂടെ അവർക്ക് നാശം. എന്താണ് ഖുർആൻ പറഞ്ഞത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഖുർആൻ മുൻവേദ ഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നു. ഏത് ശരിവെക്കുന്നു? ആ ഖുർആനിൽ അത് മുൻവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യം ഖുർആനിനോട് യോജിച്ചു വരുന്നത് മാത്രം ശരിവെക്കുന്നു. അതെന്താണ് മുൻവേദ ഗ്രന്ഥങ്ങളിൽ യോജിച്ച് വരാത്തത്? യോജിച്ച് വരാത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കൈകടത്തൽ, പുരോഹിതന്മാർ അതിൽ എഴുതി ചേർത്തു. ഉണ്ടാ? അപ്പോൾ അങ്ങനെ എഴുതി ചേർത്തത് എന്ത്? അതിലെ സത്യമെന്ത്? അതിൽ വന്ന വസ്തുതകളുടെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിക്കുന്നു ഖുർആൻ. അതുകൊണ്ടാണ് അതിനെ ഫുർഖാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലയാളം കടി, ഇതൊക്കെ ചാറ്റ് GPT തരുന്നതാണ്. നിങ്ങൾ ചാറ്റ് GPT എടുത്തോ, പിന്നെ ഡീപ് സീക്കിനെടുത്തോ എന്ന് ചോദിച്ചു നോക്കേ ഖുർആൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്. അത് നല്ല വ്യക്തമായിട്ടൊരു മറുപടി വരും. മനസ്സിലായ? അപ്പോൾ അല്ലാതെ ഇത് മുസ്ലിയാക്കന്മാർ പറഞ്ഞ മറുപടി അല്ല. ആ ഖുർആനിൻ്റെ ആശയങ്ങളെ വ്യക്തമായും ആരവതരിപ്പിക്കുന്നുണ്ട്? ചാറ്റ് GPTയും ഈ പറഞ്ഞ നമ്മുടെ AI ചാറ്റ് ബോട്ടുകളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആന് മുൻ വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്നു. ഏത്? അതിലെ. ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുമോ, ഇവിടെ കേരളത്തിൽ ഒരു മൗലവി പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഗ്രന്ഥം എടുത്തു വേണമെങ്കിലും നമുക്ക് ജീവിക്കാം.
ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ പ്രശ്നമില്ല. പുള്ളിക്കാരൻ പറയുന്നത് നോമ്പും പിടിക്കേണ്ട എന്നാണ്. മനസ്സിലായി? അപ്പോൾ അത് വളരെ കൂടുതൽ ജനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും പ്രസൻറ്റേഷൻ സ്റ്റൈലും ഒക്കെ കൊണ്ട് അതിൽ വീണു പോകുന്നു. ഖുർആനിന് തികച്ചും വിരുദ്ധമായ സംഗതികളാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഈ നേരത്തേതായി കണ്ട ആയത്തില്ലേ, ഈ ആയത്ത് മാത്രം പോരെ എല്ലാ വേദഗ്രന്ഥങ്ങളും അതിൻ്റെ തനിമയോടുകൂടി, തനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നുള്ളതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ, ക്രൈസ്തവർ ബൈബിളിനെ ഫോളോ ചെയ്യുന്ന കണക്ക് അങ്ങ് ഫോളോ ചെയ്താൽ മതി, ജൂതർ തൗറായെ ഫോളോ ചെയ്യുന്ന കണക്ക് ഫോളോ ചെയ്താൽ മതി, നോ പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? അത് ഖുർആനിന് വിരുദ്ധമാണ്. ഖുർആൻ പറഞ്ഞത് അതിലെ ഏത് ആണ് അതിനെ അംഗീകരിക്കേണ്ടത്? അതിലെ അംഗീകരിക്കേണ്ടത് അള്ളാഹു അവതരിപ്പിച്ചപ്പോഴുണ്ടായിരുന്നതിൽ കുറേ ഭാഗം ഇപ്പോഴും ഉണ്ട്. അത് അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കുന്നു. ആ തനിമയെ നമ്മൾ അംഗീകരിക്കണം. എന്നാൽ എഴുതി ചേർത്തതുണ്ട് പുരോഹിതന്മാർ, അതിനെ നമ്മൾ കണ്ടറിഞ്ഞ് അതിനെ നിഷ്കാസനം ചെയ്യണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് ആരാ കാണിച്ചു തരുന്നത്? അതിലെ തനിമ ഏത്, അല്ലെങ്കിൽ അതിലെ ഹക്ക് ഏത്, അതിലെ ബാത്തിലേത്, മുൻ വേദഗ്രന്ഥങ്ങളിലെ ഹക്ക് ഏത്, അതിൻ്റെ ബാത്തിലേത് എന്ന് വേർതിരിച്ച് കാണിച്ചു തരുന്ന ആരാ? ഖുർആനാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ ഫുർഖാൻ എന്ന് പറഞ്ഞ, മുഹൈമിനിൻ എന്ന് പറയുന്നുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കണക്ക് മുൻ വേദഗ്രന്ഥങ്ങളിലെ നന്മകളെ കാത്തു സൂക്ഷിക്കുകയാണ്. ആ വേദഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വന്ന ഗ്രന്ഥം എന്നതിൻ്റെ തനിമ, ആ തനിമ നിലനിർത്തുന്നത് ഏതിലൂടെയാണ്? അത് ഖുർആനിലൂടെയാണ്. ഏതൊരു മനുഷ്യനും തോറയോ പഴയ നിയമമോ പുതിയ നിയമമോ അതിലെ ഹക്കെന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ അവൻ്റെ ഉരകല്ല് വിശുദ്ധ ഖുർആനാണ്. അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബേസ് വിശുദ്ധ ഖുർആനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ തുടക്കമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്ര മാത്രമാണ് പറയുന്നത്. പിന്നീട് നമ്മൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക്, ഇന്ന് ചർച്ച ചെയ്യും എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതായത് എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, നമ്മൾ ഖുർആൻ നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. എങ്ങനെ പഠിപ്പിക്കണം? ഖുർആനിൻ്റെ ഹക്കിനെ ബോധ്യപ്പെടത്തക്ക വിധത്തിൽ പഠിപ്പിക്കണം. ആ ഒരു പണ്ഡിതന്മാരുടെ കണ്ണടകളിലൂടെ പഠിക്കുന്നത് കുഴപ്പമുണ്ടാവും. പണ്ഡിതന്മാരുടെ കണ്ണടകളിലൂടെ പഠിച്ചാൽ കുഴപ്പമുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏത് മതവും ആയാലും കുഴപ്പമില്ല, മനുഷ്യന്മാരിങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ഞാൻ പേര് പറയുന്നില്ലെന്നേ. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഖുർആനൊന്ന് കുറച്ചൊക്കെ ഖുർആനിനെ കേട്ടിട്ട് പുള്ളിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളറിയാതെ പുള്ളി പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ മനുഷ്യ മനസ്സ്. നിങ്ങൾ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഡ്രാമ വായിച്ചിട്ടില്ലേ? ബ്രൂട്ടസ്, സീസറിനെ കൊന്നതിൻ്റെ ന്യായീകരണം ബ്രൂട്ടസ് യൂറോപ്യന്മാരെടുത്ത് പറഞ്ഞ് ബലിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മാർക്ക് ആൻ്റണി ബ്രൂട്ടസിൻ്റെ ബോഡിയായിട്ട് കടന്നു വരുന്നത് ആ സ്റ്റേജിലേക്ക്. അപ്പോൾ ബ്രൂട്ടസ് ഒരു ശുദ്ധനാണ് ആളെ. അപ്പോൾ ബ്രൂട്ടസ് പറയുകയാണ്, ഓക്കെ മാർക്ക് ആൻ്റണി പ്രസംഗിച്ചോട്ടെ, അദ്ദേഹം ഫ്യൂണറൽ പ്രസംഗം നടത്തിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടി ബ്രൂട്ടസ് ചെയ്യും. ശുദ്ധനായതുകൊണ്ട് പുള്ളി സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റൊക്കെ പോകും. ഈ മാർക്ക് ആൻ്റണി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എല്ലാവരും ബ്രൂട്ടസിനെ അനുകൂലിച്ചുകൊണ്ടിരുന്നവരാണ്, പിന്നെ സീസറിനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ മാർക്ക് ആൻ്റണി പ്രസംഗിച്ച് ജനത്തെ മൊത്തം ആർക്ക് അനുകൂലമാക്കും? സീസറിന് അനുകൂലമാക്കും, അല്ലെങ്കിൽ മാർക്ക് ആൻ്റണി പറയുന്ന പോയിന്റിന് അനുകൂലമാക്കും. ഇതാണ് വാക്ചാതുര്യം, അല്ലേ? ഇത് സീസർ എന്ന് പറഞ്ഞ, ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ ആ ഡ്രാമയിൽ ഈ വാക്ചാതുര്യത്തിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ എഫക്റ്റ് വളരെ വ്യക്തമായി ഷേക്സ്പിയർ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ വ്യക്തമായി പഠിച്ചാൽ പ്രതിരോധം, ഇപ്പോഴത്തെ അയാളേക്കാൾ അല്ലെങ്കിൽ ഈ മൗലവിയേക്കാൾ വലിയ പ്രതിരോധം തീർക്കേണ്ടത് ഭൗതികവാദികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ ക്യാമ്പസിലേക്ക് ചെന്നാൽ, കോളേജ് ക്യാമ്പസിലേക്ക് ചെന്നാൽ ഈ ഭൗതികവാദികൾ ഫിത്തിനകൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫിത്തിനകളുടെ മുമ്പിൽ നമ്മൾ മദ്രസയിൽ നിന്ന് സൃഷ്ടിച്ചു വിടുന്ന ഈമാനുണ്ടല്ലോ, അത് ഖുർആൻ സൃഷ്ടിക്കുന്ന ഈമാൻ അല്ല. അത് വളരെ 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 തുച്ഛമായ ഈമാനാണ്. ഖുർആൻ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു ഈമാനുണ്ട്. അത് ഖുർആൻ തന്നെ ആ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭയങ്കരമായ വേരുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ വൃക്ഷം, അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഉദാഹരണമാണ് ഖുർആൻ പറയുന്നത്. അതേപോലത്തെ ഈമാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ അള്ളാഹ് തൗഫീഖ് ചെയ്ത് ഈ ഭൗതികന്മാരുടെ
എന്താണ് വാദങ്ങളുടെ മുമ്പിൽ നമുക്ക് പിടിച്ചേക്കും. നമ്മൾ അതെല്ലാം വന്ന് തട്ടിയിട്ട് തെറിച്ചു പോകും. അവരുടെ വാദങ്ങളൊന്നും നമ്മളെ മനസ്സിലേക്ക് ഉൾക്കൊള്ളൂല. കാര്യം എന്താ? ഖുർആൻ ഏതു രൂപത്തിലാണോ ഈമാൻ സൃഷ്ടിക്കാൻ പറഞ്ഞ ആ ഈമാൻ ഖുർആൻ പറഞ്ഞ മാർഗേണ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മൾ. മനസ്സിലായ? ഖുർആൻ പറഞ്ഞ മാർഗേണ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ അതേ പ്രിസ്ക്രിപ്ഷൻ, ആ ഡോക്ടർ പറഞ്ഞ അതേ രൂപത്തിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ എന്ത് സംഭവിക്കും? രോഗം മാറും. അതേപോലെ ഖുർആൻ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എങ്ങനെ ഈമാൻ ഉണ്ടാകണം, അത് ഏത് വ്യക്തിയാ? 10-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാകട്ടെ, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാകട്ടെ, ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ മനസ്സിനെ അറിയാവുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ വർത്തമാനമാണ് ഖുർആൻ. അപ്പോൾ ആ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകാൻ പര്യാപ്തമായ വർത്തമാനങ്ങൾ അള്ളാഹു നടത്തിയിട്ടുണ്ട്. അത് ആ രൂപത്തിൽ പഠിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഈമാനിനെ ദുർബലമാക്കുന്ന ശക്തികളെ പ്രതിരോധിക്കാൻ പറ്റും. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 5 മിനിറ്റ് ഡൗട്ട് ക്ലിയറൻസ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. ആദം നബി പിന്നെ ഭൂമിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ ഭൂമി പറഞ്ഞല്ലോ 20,000 വർഷമായിട്ടുള്ളൂ ആദം നബി ഭൂമിയിലേക്ക് വന്നിട്ട്. അതായത് ജീവൻ ഉണ്ടായിട്ട് 20,000 വർഷം എന്നാണല്ലോ ഇപ്പൊ സാറ് പറഞ്ഞത്. അല്ല, ഭൂമിയിൽ ജീവജാലങ്ങൾ വന്നിട്ട് 360 കോടി വർഷമായി. ഇവര് ഈ ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രം. അവർ ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്നതാണ് മനുഷ്യവർഗത്തിന്റെ ആദിമ രൂപം. അത് വന്നിട്ട് 2 ലക്ഷം വർഷമായെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു സംസ്കൃത മനുഷ്യൻ വന്നിട്ട് ഏകദേശം 10-20,000 വർഷമായുള്ളതാണ് സംസ്കൃത മനുഷ്യൻ. അങ്ങനെയാണ് അവരാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്, അങ്ങനെയാണ്. പക്ഷേ സംസ്കൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദം നബി മുതൽ ഇങ്ങോട്ട് കൂട്ടാം. പക്ഷേ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ അത് നൂഹ് നബി അലൈഹി സ്വലാമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം മുതലാണ്. ആ നൂഹ് നബിയെ വെള്ളപ്പൊക്കം കൊണ്ട് ആ കാലഘട്ടത്തിൽ അള്ളാഹു നശിപ്പിക്കുന്നല്ലോ. അതിനകത്ത് ഒരു ഇത് കൂടിയുണ്ട്. എന്ന് പറയാം, ഈ ജന്തുസഹമായ അല്ലെങ്കിൽ എന്താണ് ആ രൂപത്തിലുള്ള വാസനകൾ അതിൽ തറവായി പോയ മനുഷ്യരെ അള്ളാഹു ഉന്മൂലനം ചെയ്യുകയാണ്. എന്നിട്ട് വിശ്വാസികളുടെ മാത്രം ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ആ വെള്ളപ്പൊക്കം നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് അതിനു മുമ്പുള്ള അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള വാസനയുള്ള മനുഷ്യന്മാരെല്ലാം അള്ളാഹു നിഷ്കാസനം ചെയ്യുക, ഭൂമിയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യുകയാണ്. അതാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കം. അതിനുശേഷം വിശ്വാസികളുടെ മാത്രം ഒരു ജീനിനെ പടുത്തുയർത്തുകയാണ്. എന്നാൽ ഇബിലീസ് ഉണ്ടല്ലോ, ഇബിലീസ് പിന്നെയും ഈ ജീന് ഉള്ള മനുഷ്യരെ വീണ്ടും വീണ്ടും വസ്വാസിലാക്കും. അതുകൊണ്ട് കുഫർ നിലനിൽക്കുന്നത്. അല്ല, ഈ ആദം നബി എനിക്ക് എവിടെയൊക്കെ കേട്ടൊരു ഓർമ്മ 50,000 വർഷമാണ് ആദം നബി ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഒരു കേട്ടൊരു ഓർമ്മ. അത് എത്രത്തോളം ശരിയാണെന്ന് ചരിത്രങ്ങൾ നോക്കി അറിയാൻ ഞാൻ പറഞ്ഞ ഈ കണക്കും ഒന്നും ആക്യുറേറ്റ് അല്ല. ഇപ്പൊ അത് ഏതുപോലെന്ന് വെച്ചാൽ ഇപ്പൊ ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നത് 1380 കോടി വർഷത്തിന് മുമ്പാണ് ബിഗ് ബാങ് തിയറി ഉണ്ടായതെന്ന് പറയുന്നത്. പക്ഷെ ജെയിംസ് വെബ്സ് ടെലസ്കോപ്പ് പോയതിനു ശേഷം ഈ 1380 കോടി വർഷത്തിന് മുമ്പ് അതിൻ്റെക്കാൾ പഴക്കമുള്ള ഗാലക്സിയെ ഈ ജെയിംസ് വെബ്സ് ടെലസ്കോപ്പ് കണ്ടെത്തി. അപ്പോൾ അത്രയും വലിയ ശാസ്ത്ര നിഗമനങ്ങൾ വരെ തെറ്റുന്നു. അപ്പോൾ ഈ കാലഗണന എന്നൊക്കെ പറയുന്നത് കാർബൺ 40 അനാലിസിസ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഗണന നടത്താനുള്ള സംഭവങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം കാലഗണനകളിലൊന്നും നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ട. പക്ഷെ ഖുർആൻ എന്തെങ്കിലും ഒരു കാലഗണന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്യുറേറ്റ് ആണ്. അതിനെ ആ പറഞ്ഞ കാലഗണന തെറ്റാണെന്ന് ശാസ്ത്രം പറഞ്ഞാൽ ശാസ്ത്രമാണ് തെറ്റിയത്. ഖുർആൻ പറഞ്ഞതിലേക്ക് പിന്നീട് വരും. എപ്പോഴാ? നമ്മുടെ ബുദ്ധി വികസിക്കുമ്പോൾ, നമ്മുടെ ഗവേഷണ നിരീക്ഷണങ്ങൾ വർദ്ധിക്കുമ്പോൾ. മനസ്സിലായ? ഖുർആനിൽ കണ്ടിട്ടില്ല. ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഒരു കാലഗണന പറഞ്ഞിട്ടില്ല. കാലഘട്ടന നൂഹ് നബി അലൈഹി സ്വലാം 1050 കുറഞ്ഞ വർഷം പ്രബോധനം നടത്തി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കാലഘട്ടന പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് മാത്രം നമ്മൾ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിലുള്ളതും നമുക്ക് വിശ്വസനീയമാണ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ.
ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ട? അപ്പോൾ ആരും ചോദിക്കാനില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഒരു ദുആ. ആരങ്ങനെ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ സ്വയം തയ്യാറായി വന്നാൽ, എനിക്ക് തൊണ്ടയോ അത്ര പോരാ. എൻ്റെ വിഷയത്തിൻ്റെ പരീക്ഷ ഇന്നായിരുന്നു. അതായത് 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൻ്റെ പരീക്ഷ ഇന്നായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ ഫുള്ള് ക്ലാസ്സാണ്. അപ്പം ഇന്ന് ഞാൻ പിന്നെ അനൗൺസ് ചെയ്ത് സ്ഥിതിക്ക് ക്ലാസ് നടത്താതിരിക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ കുറേ നാളായി നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നടത്തിയിട്ട്. പിന്നെ അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരാ ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ.